back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 സമ്മർ മസ്റ്റ് ഹാവ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ചൂട് തുടങ്ങി, നല്ല ചൂടാണ്. അപ്പോൾ സമ്മർ സീസണിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് മസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ ചില പ്രൊഡക്ട്സ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതല്ലാതെ റീസെൻറ്റ് ആയിട്ട് വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൽ 5 എണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. സോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഈ ചൂടുകാലത്ത് മസ്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് സൺ ടാൻ. എല്ലാവർക്കും വരും. ഇത് ഒഴിവാക്കാൻ 2 മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ വഴി, അല്ലെങ്കിൽ ഒരു വിറ്റമിൻ സി സെറം വഴി അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ വേണം. സൺസ്ക്രീൻ്റെ കാര്യം ഞാൻ വഴിയെ പറയാം. ഏതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ എന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റമിൻ സി സെറത്തിനെ പറ്റിയിട്ടാണ്. നല്ലൊരു ടാൻ വരാതിരിക്കാനുള്ള നല്ലൊരു പ്രൊട്ടക്ഷൻ സെറമാണ് ആ വൈറ്റമിൻ സി സെറം. എൻ്റെ റെക്കമെൻഡേഷൻ, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഏതാണെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സെറമാണ്. ഇത് 10% ആണ്. പിന്നെ വിറ്റമിൻ സി സെറം വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതേപോലെയുള്ള ഡാർക്ക് ബോട്ടിൽസിൽ ഉള്ളതായിരിക്കും വാങ്ങേണ്ടത്. ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസിലുള്ളത് പെട്ടെന്ന് ചീത്തയായി പോകും. അത് യൂസ് ചെയ്യരുത്. അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെയുള്ള ഡാർക്ക് ബോട്ടിൽസിലുള്ള വിറ്റമിൻ സി സെറം വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷനിൽ ഇത് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാണ്ടിറ്റി ഉള്ള നല്ലൊരു വിറ്റമിൻ സി സെറമാണ് മിനിമലിസ്റ്റിൻ്റെ. നമുക്ക് പ്രൈസ് വരുന്നത് 699 റുപ്പീസാണ്. പ്രൊഡക്റ്റ് 30 ml വരുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 to 7 monthsോളം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട് മാറി വരുന്ന സമയത്ത് ഇത്തിരി ഉണ്ടായിരുന്നു. അത് പാക്കിങ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ഒഴുകിപ്പോയി, കറക്റ്റായിട്ട് പാക്ക് ചെയ്യാത്തതുകൊണ്ട്. സോ ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദം മാതിരിയാണ്. കുറച്ച് സമയമെടുക്കും. ഞാൻ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 1 മാസം യൂസ് ചെയ്തു, വർക്ക് ചെയ്തില്ല, കളഞ്ഞു എന്നുള്ളത്. ഇങ്ങനത്തെ സെറം ഒക്കെ ഇഫക്റ്റ് വരണമെങ്കിൽ ഒരു മിനിമം 3 months എങ്കിലും യൂസ് ചെയ്താലേ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് വരുള്ളൂ. കാരണം നമ്മുടെയൊക്കെ സ്കിന്നിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ്. ചിലപ്പോൾ സൺടാനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ പോയി ആ ഒറിജിനൽ കളറ് വരണം, അല്ലെങ്കിൽ ആ സൺ ടാൻ മാറി വരണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി റിച്വൽ മാതിരി യൂസ് ചെയ്താലേ ഇതൊക്കെ എഫക്റ്റീവ് ആവുള്ളൂ. സോ ആദ്യം തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ നല്ലൊരു വിറ്റമിൻ സി സെറം അപ്ലൈ ചെയ്യാം. അതിപ്പോൾ നമുക്ക് രാവിലെയും അപ്ലൈ ചെയ്യാം, രാത്രിയും അപ്ലൈ ചെയ്യാം. 2 നേരവും നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ വിറ്റമിൻ സി സെറം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു സെറം വാങ്ങുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസറിൽ 2-3 ഡ്രോപ്പ് ഇട്ടിട്ട് നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ആദ്യം സെറം അപ്ലൈ ചെയ്ത ശേഷം, നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ സെറം ആദ്യം അപ്ലൈ ചെയ്ത് മുഖം കഴുകി വന്നിട്ടുണ്ടെങ്കിൽ സെറം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞ് നല്ലൊരു സൺസ്ക്രീൻ രാവിലെ ആണെങ്കിൽ. ഓക്കെ, സോ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സമ്മർ സ്കിൻ കെയർ റൂട്ടീൻ തന്നെയാണ്. സോ ആദ്യത്തെ റെക്കമെൻഡേഷൻ എൻ്റെ വിറ്റമിൻ സി ആണ് സ്കിൻ കെയറിൽ വേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ എന്താ പറയുക, നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ എൻ്റെ റെക്കമെൻഡേഷൻ പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തതിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നിയതാണ്. അധികം ഒരുപാട് ഹെവി അല്ലാത്ത നല്ലൊരു ലൈറ്റ് വെയ്റ്റ്, ഏകദേശം മാറ്റ് ഇഫക്റ്റിൽ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ്.
ഇതും മിനിമലിസ്റ്റിൻ്റെയാണ്. മിനിമലിസ്റ്റ് സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല ഇത്. ഈ 2 പ്രൊഡക്റ്റേ ഉള്ളൂ ആകെ മിനിമലിസ്റ്റിൻ്റെ. ബാക്കിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, ആക്ച്വലി ഇനി ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട് കേട്ടോ. 3 പ്രൊഡക്റ്റേ ഉള്ളൂ മിനിമലിസ്റ്റിൻ്റെ. പക്ഷേ ഞാനിപ്പോൾ ഈ 2 മോയ്സ്ചറൈസറും ഇനി പറയാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റും എൻ്റെ റീസെൻറ്റ് പർച്ചേസാണ്. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 2 പ്രൊഡക്റ്റിലും ഞാൻ അഡിക്റ്റഡ് ആണ് കേട്ടോ. അതേമാതിരി നമ്മുടെ സെറവും മറക്കരുത്. സോ ഞാൻ പറഞ്ഞു വന്നത് മോയ്സ്ചറൈസറുടെ കാര്യമാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ B5 10% ഉള്ള മോയ്സ്ചറൈസറാണ്. ഇതിൽ വൈറ്റമിൻ B5 മാത്രമല്ല ഉള്ളത്. ഇതിൽ കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം, ഹൈലൂറോണിക് ആസിഡ്, B10 എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓയിലി സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ ഈ ചൂടുകാലത്ത് ഈ ഒരു മോയ്സ്ചറൈസർ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് 50 ഗ്രാമാണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം. എൻ്റെ പ്രൈസ് നോക്കിക്കൊണ്ടിരിക്കുക, ഇവിടെ എഴുതി കാണാനില്ല. ഓക്കെ, പ്രൈസ് വരുന്നതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസാണ്. 349 റുപ്പീസാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്ത മിക്ക പ്രൊഡക്റ്റുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. സോ ഇതും നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, സിങ്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് ചില ആൾക്കാർക്ക് അറിയാം, ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു കരിവാളിപ്പ് തോന്നാറുണ്ട്. അപ്പം ഇതെല്ലാം സിങ്കും മെഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു പരിധി വരെ ഈ ഒരു മോയ്സ്ചറൈസർ അത് ആ കളർ ചേഞ്ച് ആവുന്നതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്തു? സെറം അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീനാണ്. ഓക്കെ, ഞാൻ ഇതിൽ ഫേസ് വാഷ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ മസ്റ്റ് ഹാവ് സമ്മർ സ്കിൻ കെയർ ആണ്. നമുക്ക് ഫേസ് വാഷ് ചെയ്ത് ഇട്ടിട്ട് വേണമെങ്കിലും മുഖം കഴുകാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ വളരെ 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 മസ്റ്റാണ്. സോ ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ. അതാ പറഞ്ഞാൽ 3 പ്രൊഡക്റ്റ് മിനിമലിസ്റ്റിൻ്റെ വരുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് 3ാമത്തെ പ്രൊഡക്റ്റ്. ഇത് മിനിമലിസ്റ്റിൻ്റെ SPF 60 ആണ്. ഇത് കുറച്ച് ചെറുതായിട്ട് ഒരു പൊടിക്ക് ഓയിലി ആവുന്നുണ്ട്. 50 ഫുള്ളായിട്ട് മാറ്റാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ 60 സൂപ്പറായിട്ടുള്ള എനിക്ക് സാധാരണ എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവാണ്. ചില സൺസ്ക്രീനൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണെരിയും, കണ്ണിന്ന് നല്ലോണം വെള്ളം വരും. സോ ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഹെവി ആയിട്ട് ഒട്ടും തോന്നുന്നില്ല. നമ്മൾ സാധാരണ ലോഷൻ തേക്കുന്ന മാതിരി തന്നെയാണ് ഉള്ളത്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ഒരു കളറുമില്ല. പെട്ടെന്ന് തന്നെ സ്കിൻ അബ്സോർബ് ആവുന്നുണ്ട്. നല്ല സൂപ്പർ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് 60 ആണ്, SPF 60 ആണ്. ഇതിൽ ബോട്ട് സ്പെക്ട്രം PA++++ ഉണ്ട്, സ്ലൈമാരൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈസാണ്. 599 റുപ്പീസാണ്. നമുക്ക് പ്രൊഡക്റ്റ് 50 ഗ്രാമാണ് വരുന്നത്. ഇതേപോലെ ഒരു പമ്പിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, കണ്ടോ, വളരെ മെലിഞ്ഞൊരു ബോട്ടിലാണ്. നമുക്കിത് ഹാൻഡ് ബാഗിലും ഇട്ടിട്ട് പോവാം. നമുക്ക് വേണ്ട സമയത്തൊക്കെ അപ്ലൈ ചെയ്യാം. അറിയാലോ, സൺസ്ക്രീൻ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഒരു 2 hours 3 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യണം. സൺ ടാനൊക്കെ സ്ഥിരമായിട്ട് കൊള്ളുന്നവരാണെങ്കിൽ. വീട്ടിലാണെങ്കിലും ഉറപ്പായിട്ടും സൺസ്ക്രീൻ തേക്കണം. ഇപ്പോൾ ചൂട് തുടങ്ങിയതുകൊണ്ട് ജനലിൽ കൂടെയും ഒക്കെ നമുക്ക് വെയിൽ വരുന്നതാണ്. സോ സൺസ്ക്രീൻ വളരെ വളരെ മസ്റ്റാണ്. ഇത് നല്ല പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. വാങ്ങി നോക്കണം, ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് നമുക്ക് രാത്രിയിലത്തെ സ്കിൻ കെയർ ആണ്. നമുക്ക് സൺസ്ക്രീൻ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ 2 പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിയാസിനമൈഡ് സെറമോ വേറെ സെറംസും ഒക്കെ രാത്രി ട്രൈ ചെയ്യാം. ഇനി ഒരു പ്രൊഡക്റ്റ്, നല്ലൊരു ഫേഷ്യൽ ഓയിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ട്. ഇതെല്ലാം മോയ്സ്ചറൈസറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം നല്ല സ്കിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്, നല്ല പെർഫെക്റ്റ് സ്കിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹെംപ് സീഡ് ഓയിലാണ്. എൻ്റെ റെക്കമെൻഡേഷൻ ഇത് കുറച്ച് പ്രൈസിയാണ്, നിയർലി 1000 റുപ്പീസോളം ഉണ്ട്. ഇത് ജ്യൂസി കെമിസ്ട്രിയുടെ ഹെംപ് സീഡ് ഓയിലാണ്.
നല്ല ഓയിലാണ് കേട്ടോ, നല്ല പ്യുവറായിട്ടുള്ള ഓർഗാനിക് ഓയിലാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് വിട്ടുപോയി. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 മാസമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഇതുവരെ തീർന്നിട്ടില്ല. നമുക്ക് 30 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു 15 ml നമുക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു സൈറ്റിൽ. സോ രാത്രി മുഖം കഴുകുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡബിൾ ക്ലെൻസ് ചെയ്യണം, അത് മറക്കരുത്. 2 പ്രാവശ്യം എങ്ങനെയാണ് ഡബിൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഡബിൾ ക്ലെൻസ് ചെയ്ത ശേഷം നമ്മൾ രാത്രിത്തെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത ശേഷം ഫൈനൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ഒരു 2-3 ഡ്രോപ്പ് ഈ ഒരു ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. വീക്ക്ലി വൺസ് നമുക്കൊരു നല്ലൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നല്ലൊരു ക്ലേ മാസ്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇത് ഏതാണെന്ന് വെച്ചാൽ, ഈ ഒരു ക്ലേ മാസ്ക് ഏതാണെന്ന് വെച്ചാൽ പ്യുവർ ബൈ പ്രിയങ്കയുടെ സാൻഡൽ ക്ലേ മാസ്കാണ്. നല്ല സൂപ്പർ ക്ലേ മാസ്കാണ് കേട്ടോ. സാൻഡൽവുഡ് 4 ക്ലേ ഡീടോക്സ് മാസ്കാണ്. നമുക്ക് 70 ഗ്രാമാണ്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് പാക്കേജിംഗ് ഒക്കെ മാറിയിട്ടുണ്ടാവും. പ്രൈസ് നമുക്ക് ഇത് 1000 റുപ്പീസാണ്. പ്രൈസിന് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. സൂപ്പർ പ്രൊഡക്റ്റാണ്. ഞാനിതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സെൽഫ് പാമ്പറിങ് റൂട്ടീനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. എന്താ വേണം അറിയോ, ഇത് മേക്കപ്പ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അപ്ലൈ ചെയ്യണം എന്തായാലും. അത്ര നല്ല സൂപ്പർ മണമാണ്. അപ്പം ഈ ചൂടത്ത് ഈ ഒരു ക്ലേ മാസ്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ഡീപ്പ് സ്കിന്നിൽ പോയി നല്ല ക്ലീൻ ആക്കി തരും. സോ ഇത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബ്രാൻഡ് പ്യുവർ ബൈ പ്രിയങ്കയുടെ സാൻഡൽവുഡ് ക്ലേ മാസ്ക്. ഓക്കെ, എൻ്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും വേർക്കും, അപ്പം ഓർഡർ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും ഡിയോഡ്രൻറ്റ് ട്രൈ ചെയ്യാറുണ്ട്, പെർഫ്യൂം അടിക്കാറുണ്ട്. ഇപ്പം ഡിയോഡ്രൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അത് കറുക്കും ഒക്കെ ചെയ്യും. അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡിയോഡ്രൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കമ്പനിയെ പറ്റി ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും വെച്ചിട്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് മേലെ കൊടുക്കാം, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് കഴിഞ്ഞ വർഷം സംസാരിച്ച സെയിം പ്രൊഡക്റ്റാണ്. സ്റ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യൂസി കെമിസ്ട്രിയുടെ ഓർഗാനിക് ആയിട്ടുള്ള ഡിയോഡ്രൻ്റ് ആണ്. സോ നമുക്ക് ഇതെങ്ങനെ പേപ്പറിലാണ് വരുന്നത്, കണ്ടോ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അടച്ചു വയ്ക്കാം. നമുക്ക് 70 ഗ്രാമാണ് പ്രൊഡക്റ്റ് വരുന്നത്. ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള, നമുക്ക് ഒരു കക്ഷം കറക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. നമുക്ക് ഈവൻ വേർക്കുന്ന സ്ഥലത്തെല്ലാം അപ്ലൈ ചെയ്യാം ഓർഗാനിക് ആയതുകൊണ്ട്. അപ്പം ഈവൻ എനിക്ക് തോന്നുന്നു ബ്രസ്റ്റിൻ്റെ താഴെയൊക്കെ വേർക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. സോ നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ഡിയോഡ്രൻ്റാണ്. അവർക്ക് 2 ഫ്ലേവേഴ്സാണ് വരുന്നത്, 2 സ്മെല്ലിലാണ് വരുന്നത്. ഒന്ന് ബ്ലഡ് ഓറഞ്ച് ആൻഡ് ജെറേനിയം, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. വേറൊന്നും കൂടി ഉണ്ട്, റോസിൻ്റെ എന്തോ ഒരു സംഭവം കൂടിയുണ്ട്. ദ മാസ്ക് റോസ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറോട് വരുന്നുണ്ട്. അതും ഉണ്ട്, അത് എവിടെയോ ഉണ്ട്, വീട്ടിലെവിടെയോ ഇരിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ജ്യൂസി കെമിസ്ട്രിയുടെ സൈറ്റിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നൈക്കയിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് പറ്റിയാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഈ കാണുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കോളൂ. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും പ്രൊഡക്റ്റ് വളരെ വളരെ മസ്റ്റാണ് സമ്മറിൽ. ഡിയോ ഒക്കെ എന്താ പറയുക, ഡിയോഡ്രൻറ്റ് സ്റ്റിക്കെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, 6 സ്കിൻ കെയർ മസ്റ്റ് ഹാവ്സ് ഫോർ സമ്മർ. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.